നമസ്കാരം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീ രാജാറാം മോഹൻ റോയെ കുറിച്ചാണ്. രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ മഹാനായ സാമൂഹിക പരിഷ്കർത്താവും പണ്ഡിതനുമായിരുന്നു. 1772 ബംഗാളിലെ രാധാനഗറിൽ ഒരു സംസ്കാരപൂർണ്ണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ മഹാനായ വ്യക്തിത്വമാണ്. അദ്ദേഹം കാലഘട്ടത്തിൽ സമൂഹത്തെ ബാധിച്ചിരുന്ന പല തിന്മകളെയും ചോദ്യം ചെയ്തു. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ സതി എന്ന ദുരാചാരത്തെ അവസാനിപ്പിക്കാനായിരുന്നു രാജാറാം മോഹൻ റോയുടെ പ്രധാന ശ്രമം. സതി അന്നത്തെ ഒരു ക്രൂരമാന്യമായിരുന്നു. ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ ജീവനോടെ ചിതിയിൽ ചാടാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. രാജാറാം മോഹൻ റോയുടെ ദീർഘകാലത്തെ പരിശ്രമത്താൽ ബ്രിട്ടീഷ് ഭരണകൂടം 1829 സതിയെ നിരോധിക്കുന്ന നിയമം കൊണ്ടുവന്നു. അദ്ദേഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അവകാശത്തിനും വലിയ പ്രാധാന്യം നൽകി. ആധുനിക വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കണമെന്ന് വിശ്വസിച്ച രാജാറാം മോഹൻ റോയ് ആധുനിക ശാസ്ത്രവും പാശ്ചാത്യ സംസ്കാരവും ഉൾക്കൊള്ളാൻ പ്രോത്സാഹനം നൽകി. സമകാലിക സമൂഹത്തിൽ പുരോഗതി കൈവരിക്കണമെങ്കിൽ നവോത്ഥാനത്തിന്റെ വഴിയിലൂടെ നടന്നിരിക്കണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇതുകൂടാതെ മതപരിഷ്കാരത്തിനും അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി. 1828 അദ്ദേഹം ബ്രഹ്മസമാജം എന്ന മതപരിഷ്കാര സംഘടന ആരംഭിച്ചു. ഇത് സമത്വം, സഹിഷ്ണുത, മനുഷ്യത്വം എന്നിവയുടെ പ്രചാരകമായിരുന്നു. രാജാറാം മോഹൻ റോയ് തന്റെ ജീവിതം സാമൂഹിക നീതിക്കായി സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ ഇന്ത്യയുടെ നവോത്ഥാന കാലത്തിന്റെ അടിത്തറയായി. അദ്ദേഹം മൗലികമായ ആശയങ്ങൾ അവതരിപ്പിച്ച ഒരു ദൂരദർശിയായ നേതാവായിരുന്നു. രാജാറാം മോഹൻ റോയുടെ ജീവിതം നമ്മെ പുതുവിചാരങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. താങ്ക് യു.